ഇവിടെ എവിടെങ്കിലും വരാൻ അവനോട് പറഞ്ഞിരുന്നത്. അഡ്രസ് കൊടുക്കായിരുന്നില്ലേ? നേരെ അങ്ങ് വന്നേനല്ലോ. വിശ്വസിക്കാൻ പറ്റത്തില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു വല്ല കാഠ്മണ്ഡുവിലോട്ട് പോയി കളയും. ഈ പെരുവഴിയിൽ വരാൻ പറഞ്ഞെന്തിനാ? നേരെ ബസ് സ്റ്റാൻഡിൽ വരാൻ പറയായിരുന്നില്ലേ? അതും കുഴപ്പമാ. ഏതെങ്കിലും ബസ് കണ്ട് മോഹം തോന്നി അതിനകത്ത് കയറി വേറെ എവിടെങ്കിലും പോയി കളയും. അപ്പൊ നിന്റെ ഫ്രണ്ട് ശ്രീകുമാർ വട്ടനാ അല്ലേ? ലേശം ബുദ്ധി കൂടിയോണ്ടുള്ള വട്ട്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ഞാൻ വിളിച്ചാണോ? അവൻ വരുന്നതല്ലേ. ഇനി പുള്ളിക്കാരൻ കാറിലാണോ വരുന്നത്? അതെ. ആ കിടക്കുന്ന കാറാണോ? അയ്യോ, ഇത് അവന്റെ കാർ തന്നെ. നീ എന്താ നേരത്തെ കണ്ടുപിടിക്കായിരുന്നു? സോറി, ഇനി മുതൽ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചോ. എടാ പട്ടി, ഗോവിന്ദൻകുട്ടി, ഞാൻ ഇന്നലെ രാത്രി തന്നെ എത്തി. നിന്നെ കാണാത്തതുകൊണ്ട് കാർ ഇവിടെ ജാമ്യം വെച്ചിട്ട് ഞാൻ പോവുക. ചുടുകാട്ടിലോ മറ്റോ എന്നെ തേടി. ദൈവമേ, ഇനിയിപ്പോ ചുടുകാട്ടിൽ പോയി അന്വേഷിക്കണം ഇവനെ. ആള് വട്ടനാണെങ്കിലും ഒരു കവിയാണല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? അല്ല, അല്ലെങ്കിൽ ഇത്ര പ്രാസത്തിൽ എടാ പട്ടി ഗോവിന്ദ കുട്ടി എന്നൊക്കെ എഴുതോ? അത് പ്രാസമല്ല. ആദ്യത്തെ നിന്നെ ഉദ്ദേശിച്ചു, രണ്ടാമത്തെ എന്നെ ഉദ്ദേശിച്ചു. വേണ്ട, രണ്ടും കൂടി നീ തന്നെ അങ്ങനെ എടുത്തോ. വാ പോയി തപ്പാ. Govinda! Oh, Govinda! Come along, my little children, come along! എടാ, നിന്റെ ഈ നാടത്ര മനോഹരം. ഇവിടെ കാലുവെച്ച നിമിഷം മുതൽ എന്നിൽ സുഖമുള്ള ഒരു തരം തരിതരിപ്പ്, ഒരു വൈബ്രേഷൻ, ഒരു തരംഗം. ഗോവിന്ദ, ഓ ഗോവിന്ദ! ഇന്നലെ രാത്രിയിൽ ഒരു മുള്ളു കമ്പിയിൽ ചാരിയിരുന്ന് ഞാനൊരു സുഖനിദ്രയിലാണ്ടു. ഇതുപോലൊരു നിദ്ര ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഗോവിന്ദ. ഇവിടെ എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? കഥയാണോ, കവിതയാണോ, ഇതിഹാസമാണോ, അതോ ഒരു കൽപ്പനയാണോ? എന്താണ് ഗോവിന്ദ? അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ അപാരമായ അർത്ഥമില്ലാത്ത തലങ്ങളിൽ അനാവശ്യമായി സഞ്ചരിക്കുന്ന തിരുമന്ത. പിള്ളേരെ ഓടിക്കും. ഗോവിന്ദൻകുട്ടി നീ ആയിരുന്നോ? ഞാൻ വിചാരിച്ചു സാക്ഷാൽ ഗോവിന്ദനാണെന്ന്. നീ അങ്ങനെ ചുമ്മാ കേറി അങ്ങ് വിചാരിക്കരുത്. ചിലപ്പോ ഞാനത് ആയിപ്പോവും. നീ എവിടെയായിരുന്നു? രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ വന്നെന്തിനാ? സമ്മർദ്ദം, വിളിയുടെ ഉൾവിളിയുടെ സമ്മർദ്ദം കൂടിയപ്പോൾ ഇറങ്ങി ഒറ്റവിടൽ. ഇതാരാ കക്ഷി? എന്റെ ഫ്രണ്ട് ഗോപൻ. ഹലോ. ഹലോ. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഇവൻ. എന്നെ പറ്റി? എന്നാ ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെന്താ? പേടിക്കേണ്ടവരാണ് ഞങ്ങൾ. ഇവൻ മരപ്പെട്ടി, ഞാൻ ഈനാമ്പേച്ചി. ഞാൻ ഈനാമ്പേച്ചി, ഇവൻ മരപ്പെട്ടി. നല്ല കോമ്പിനേഷൻ. ഈ ആത്മമിത്രങ്ങൾ 1.5 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. അപ്പൊ നമുക്കതൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ ആഘോഷമൊക്കെ പിന്നെ. ആദ്യം നിനക്കായി കണ്ടുവച്ചിരിക്കുന്ന വാടക വീട് പോയി കാണാം. ഓക്കെ, പോവാം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഒരു വീട് കാണിക്കാം. ഒരു ആസ്പിസ്പിസിനെ വീട്. വാർഡൻ ഉണ്ടോ? വാർഡൻ. യെസ്, വാങ്ങിച്ചോളൂ. ചെടി നനക്കാറുണ്ടല്ലേ? റീത്ത ആദ്യമായി ഇവിടെ വന്ന ദിവസം ചെടി നനക്കുമായിരുന്നല്ലേ? പിന്നെ ലഡു, ജിലേബി, ബർഫി, ഓറഞ്ച്. നിങ്ങൾ അകത്തേക്ക് ഇരിക്കുക. ഞാൻ ഇപ്പൊ വരാം. സക്സസ്. ഹലോ. എടാ, എല്ലാം സത്യമാണെന്നാ തോന്നുന്നത്. എങ്ങനെ അറിയാം? പോലീസ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഗോപന് VIP ട്രീറ്റ്മെന്റ് ആയിരിക്കും. സത്യങ്ങൾ അറിയാൻ അവന്റെ കാല് പിടിക്കേണ്ടി വരും പോലീസിന്. ആണോ? ചേടാ, ഞാൻ പോയാ മതിയായിരുന്നു. പിന്നെ വിളിക്കാം. അയ്യോ, എടാ എടാ ഗോവിന്ദൻകുട്ടി, എന്നെ പോലീസ് പിടിച്ചടാ. ഗോവിന്ദൻകുട്ടി, അയ്യോ അയ്യോ, എന്നെ കൊണ്ടുപോകാനൊന്ന് പറയടാ. എടാ ഗോവിന്ദൻകുട്ടി, എടാ പട്ടി ഗോവിന്ദൻകുട്ടി, എന്നെ പോലീസ് കൊണ്ടാ. കൈയല്ല, കാഴ് മടക്കാൻ അടിക്കേണ്ടത്. എന്താ ഗോപന് VIP ട്രീറ്റ്മെന്റ് കിട്ടിയില്ലേ? ഉണ്ട പൊക്കിയെടുത്തോണ്ട് പോയി അവന്മാര്. ഞാൻ പെടേണ്ടടുത്ത് അവൻ പെട്ടു. പോണാ. ഹലോ,
എടാ ഗോവിന്ദൻകുട്ടി, ആ വട്ട് പിടിച്ച ശ്രീകുമാർ കാരണം ഇടി കിട്ടുന്നതൊക്കെ എനിക്കാണല്ല. വാർഡനോട് പോയി ചോദിച്ചപ്പോ അവൻ പറഞ്ഞതൊക്കെ സത്യം വരുന്നടാ. പേമാമാരൊക്കെ വട്ടം കൂടി എന്നോട് ചോദിക്കുക, റീത്ത് എവിടെ, റീത്ത് എവിടെയെന്ന്. നീ വേഗം വന്നില്ലെങ്കിൽ എന്റെ മേത്ത് റീത്ത് വെക്കേണ്ടി വരും. വരുവാ. വരിക. കുഴപ്പമാ, വലിയ കുഴപ്പമാ. നിന്റെ ഭ്രാന്തിന് ഓരോന്ന് തോന്നും. ചിലതൊക്കെ നീ അറിയാതെ സത്യമാകുമ്പോ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. കൂടെ ഉള്ളവരും കുടുങ്ങും. ദേ, പോലീസ് ചോദ്യം ചെയ്യാൻ തപ്പിയെടുക്കുന്നതിന് മുമ്പ് വല്ല കുണ്ടിലോ കുടിയിലോ പോയി ഒളിച്ചോ. അപ്പൊ റീത്ത കണ്ടെത്തിയതൊക്കെ സത്യമായിരുന്നു. സാറേ, അവനെത്തി. നമസ്കാരം. നമസ്കാരം നമസ്കാരം. നീ ഈ പറഞ്ഞ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അയ്യോ സാറേ, ഇവനല്ല വട്ട്, ഇവന്റെ കൂട്ടുകാരനാ. ആണോ? ആ, അപ്പൊ അവനെ ഇങ്ങോട്ട് എഴുന്നള്ളിപ്പിക്കാഞ്ഞത് കുഴപ്പമായല്ലോ. എഴുന്നള്ളിച്ചാലും കുഴപ്പാ. എന്തേ? ദേ എന്താണെന്ന്. അതല്ല, കൂടെ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്ന അപ്പോഴേക്കും അവൻ ഈ തെങ്ങിന്റെ പുറത്ത് കയറി ഇരുന്ന് കളഞ്ഞു. ചാടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അവിടെ ഏത് തെങ്ങാ ഗോവിന്ദൻകുട്ടി? തേങ്ങാ കൊല. അപ്പുറത്തെ വീട്ടിലെ തെങ്ങ്. ഓ, ഏതപ്പുറത്തെ വീട്ടിലെ? ഈ അപ്പുറത്തെ വീട്ടിലെ. ഏതപ്പുറത്തെ ആയാലും ശരി, എനിക്കറിയേണ്ടത് റീത്തയ്ക്കും വാർഡനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ ഈ വട്ടൻ എങ്ങനെ അറിഞ്ഞു? അത് പറ. അയ്യോ സാറേ, അവൻ പണ്ട് മുതലേ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിക്കും. ചിലപ്പോ അതങ്ങ് ശരിയാവും. ഇപ്പൊ തന്നെ 6th സെൻസോ 7th സെൻസോ അങ്ങനെ വർക്ക് ചെയ്ത് വാർഡനോട് എന്തോ പറയാൻ പറഞ്ഞ അബദ്ധത്തിൽ അതങ്ങ് ശരിയായി. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പ് തരുന്നു. പ്ലീസ്. താൻ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? ഷുവറായിട്ട് വിശ്വസിക്കാം. നീ പറയുന്നല്ല, ഇയാൾ പറയും. ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. ശരി, ഈ റീത്ത കേസ് അന്വേഷിക്കുന്ന CI നന്ദകുമാർ ഞാനാണെങ്കിൽ നിങ്ങൾ ആരും അതിൽ കൈയിട്ടിളക്കി സങ്കല്പിക്കാൻ നോക്കണ്ട. പിന്നെ ആ വട്ടൻ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഏത് തെങ്ങ്? അപ്പുറത്തെ വീട്ടിലാ. ഓ, പോ. പറഞ്ഞു. അല്ല ഗോവിന്ദൻകുട്ടി, ശ്രീകുമാർ ഏത് തെങ്ങലെന്നാ പറഞ്ഞത്? നിന്റെ മറ്റെടുത്ത തെങ്ങ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയുമ്പോ അവന്റെ ഓരോരോ സംശയങ്ങൾ. എന്റെ എല്ലാ സംശയവും തീർത്ത് ഞാൻ ഇനി ഒരു മണിക്കൂർ എന്നെ വെറുതെ വിട്ടേ.